ജ്യേഷ്ഠൻ ചിത്രകാരനായിരുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ ചിത്രം വരയ്ക്കുന്ന കണ്ടിട്ടാണ് അങ്ങനെയും ചിത്രം വരയ്ക്കാനുള്ള ഒരു മോഹം മനസ്സിൽ ഉദിച്ചത്. അങ്ങനെ പേരൻസും എല്ലാവരും കൂടി കാലുകൊണ്ട് ചിത്രം വരയ്ക്കാനുള്ള ട്രെയിനിങ് എല്ലാം തന്നായിരുന്നു. ആദ്യം പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു എല്ലാം ചെയ്ത്. ഇപ്പോൾ അക്രിലിക്, പിന്നീട് വാട്ടർ കളറായി, പിന്നെ അക്രിലിക് പെയിൻറ്റിലേക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുൻ ധനമന്ത്രി തോമസ് ഐസക് സാറും ആലപ്പുഴ ജില്ലയിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും പിന്തുണയും പ്രോത്സാഹനവും സപ്പോർട്ടും കൊണ്ടാണ് മാസ്റ്റർ ബ്ലാസ്റ്ററെ നേരിട്ട് കാണാനും അദ്ദേഹത്തോടൊപ്പം അരമണിക്കൂറോളം സംസാരിക്കാനും അദ്ദേഹത്തോട് സൈക്ലിംഗ് വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഒരുപാട് ഇൻസ്പയറായി. ആ വർഷത്തെ തിരുവോണ ദിനത്തിൽ അദ്ദേഹം ലോക മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നത് പ്രണവിൻ്റെ ഈ ഒരു ചിത്രം വെച്ചിട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രണവ് കേരളത്തിൻ്റെ പ്രചോദനമാണ് എന്നാണ്. അതിൽ പരം ആനന്ദം വേറെ ഇല്ലല്ലോ. പ്രണവിൻ്റെ കിടപ്പുമുറിയിൽ നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും MS ധോണിയുടെയൊക്കെ ഫോട്ടോ ഉണ്ട്. ഈ 3 ഫോട്ടോനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രണവ് അത്? എന്നെങ്കിലും ഈ 3 മഹത് വ്യക്തികളെ നേരിട്ട് കാണാൻ സാധിക്കുന്ന ആ ഒരു പിക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നേരിട്ട് ഈ പിക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നും ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള സെൽഫിയും അദ്ദേഹത്തോടു കൂടിയുള്ള ഫോട്ടോസും എല്ലാം ലോകം മുഴുവൻ അറിയപ്പെട്ടതാണ്. അന്ന് മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സർക്കാർ ജോലി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കൂടെയുണ്ട്, എല്ലാ ഉറപ്പും തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർക്കാർ ജോലി എന്നുള്ളതാണ് പ്രണവിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം. ലാണ് പ്രണവ് മുഖ്യമന്ത്രിയെ കാണുന്നത്. അന്ന് മുഖ്യമന്ത്രി പ്രണവിന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, ഉടൻ തന്നെ ഒരു സർക്കാർ ജോലി ലഭിക്കും. പക്ഷെ 4 വർഷം കഴിഞ്ഞു, ആ ഉറപ്പ് ഇതുവരെയും പാലിച്ചിട്ടില്ല. ഇപ്പോഴും പ്രണവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ കഴിയുമെന്ന്. മൽഗൂർ സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.